നിക്കാബ് ധരിച്ചില്ല എന്നാരോപിച്ച് കോഴിക്കോട് മുസ്ലിം യുവതിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. കാന്തപുരം AP വിഭാഗം കേരളത്തിൽ താലിബാനിസം നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ഒരു വിഭാഗം ആരോപിച്ചു. നിയമപരമായി ഇതിനെ നേരിടുമെന്നും മുസ്ലിം മതപണ്ഡിതർ വ്യക്തമാക്കി. നിക്കാബ് ധരിക്കാത്തതിന്റെ പേരിൽ യുവതിയെയും മകളെയും അടങ്ങുന്ന കുടുംബത്തെ പൊതു ഇടങ്ങളിൽ പിന്തുടർന്ന് സൈബർ ആക്രമണം നടത്തുന്നതിന് പിന്നിൽ ആസൂത്രിത നീക്കം എന്ന വിമർശനമാണ് ശക്തമാകുന്നത്. ഫോട്ടോകളും വീഡിയോകളും പകർത്തി എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അശ്ലീല ചുവകലർത്തി പ്രചരിപ്പിക്കുകയാണ്. സൂഫിസത്തെ തകർക്കാൻ കാന്തപുരം വിഭാഗം നടത്തുന്ന ഗുണ്ടായിസം അവസാനിപ്പിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും സാവിയത്ത് സൂഫിയയുടെ നേതൃത്വത്തിൽ ചേർന്ന പ്രതിഷേധ സംഗമം ആവശ്യപ്പെട്ടു. നമ്മുടെ ആദർശത്തിന്റെ അപ്പുറത്തുള്ള ചേരിയിൽ ഉള്ളവർക്കെതിരെ വ്യക്തിഹത്യയും അവരുടെ ഫാമിലിയെ ഫോക്കസ് ചെയ്ത് അവരെ സമൂഹത്തിന്റെ മധ്യത്തിൽ സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ച് ഒന്നുമല്ലാതെയാക്കി ചിത്രീകരിക്കുന്ന ഏർപ്പാട് അത് ഈ പറയുന്ന ഒരു സംഘടനയിൽ നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇതൊരു തുടക്കം മാത്രമാണ്. ഞങ്ങളെ ഗുരുവിനെതിരിൽ വിരൽ ചൂണ്ടിയാൽ ഞങ്ങൾ പ്രതിഷേധിക്കുക. എന്തിനാണ് നിങ്ങൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ സ്ത്രീകൾക്ക് നേരെ കടന്നാക്രമണം നടത്തുന്നത്? ആ നബി മണാലിയിൽ പോയതിനെ വിമർശിക്കാൻ ഇവരാരാണത് ചോദ്യം ചെയ്യാൻ? ഇവരെന്താ ഈ കേരളത്തിൽ ഒരു കാന്തപുരം താലിബാനിസം നടപ്പിൽ വരുത്താനുള്ള ഏർപ്പാടാണോ? കാന്തപുരത്തിന്റെ ഇരട്ട മുഖമാണ് വ്യക്തമാകുന്നത്. നാടിന് ചേരാത്ത കാര്യങ്ങൾ നടപ്പിലാക്കാൻ ആവശ്യപ്പെടുകയാണ്. കുടുംബത്തോടൊപ്പം യാത്ര പോയ നബീസുമയ്ക്ക് നേരെയുണ്ടായ ആക്രമണവും ഇതിന്റെ ഭാഗമാണ്. മതവാദം ഇന്ത്യ രാജ്യത്ത് ഭൂഷണമല്ല. താലിബാനിസം അവസാനിപ്പിക്കണം. സൈബർ അധിക്ഷേപത്തിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ജനം, കോഴിക്കോട്.